എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ഒന്ന് കാണുന്നത്. അങ്ങനോ ഒരു വോൺ വോയിസ് ചെയ്താണ്. പിന്നെ ഞാൻ ഈ ഭാഗത്തേക്കേ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പണ്ടൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ എനിക്ക് ജ്വല്ലറി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഫാൻസി ഐറ്റംസ് ആണ് ഇടുന്നതെങ്കിലും അതൊന്നും എനിക്ക് ഗോൾഡ് കളറിൽ വരുന്നതൊന്നും ഇഷ്ടമറിയുന്നത്. കാരണം എന്തോ അതൊക്കെ പണ്ട് ഭയങ്കര എന്നൊക്കെ തോന്നിയെന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ എല്ലാവരും, ഞാനടക്കം എല്ലാവരും ഈ ഭയങ്കര സിമ്പിളായിട്ട് എന്താ പറയുക, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ആൻറ്റി ടേർണിഷ് അല്ലെങ്കിൽ ഗോൾഡൻ കളർ ഓർണമെൻറ്റ്സ് ആണ് നമ്മളൊക്കെ അന്വേഷിക്കുന്നത്. കാരണം നമുക്ക് ഗോൾഡ് കിട്ടിയ കുഴപ്പമില്ല, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോൾഡ് പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ എന്താ പറയുക, ഇങ്ങനത്തെ ജ്വല്ലറി ഐറ്റംസൊക്കെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എനിക്ക് ഈ അടുത്തൊരു എന്താ പറയുക ഫങ്ഷന് പോകേണ്ടി വന്നായിരുന്നു. ആ സമയത്ത് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു നെക്ക് പീസ് ഇല്ല, എല്ലാം ട്രഡീഷണൽ നെക്ക് പീസും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള നെക്ക് പീസ് മേടിക്കാമെന്ന് ഇങ്ങനെ ഇൻസ്റ്റയിൽ നോക്കുമായിരുന്നു. അപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ അത് എനിക്കും ഇടാം, വേണമെങ്കിൽ താരൂനും ഇടാം. അതായിരുന്നു എൻ്റെ ഒരു മുട്ടി. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ കുറേ പേജൊക്കെ കണ്ടു കേട്ടോ. അപ്പോഴാണ് നില അലങ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ്, ഇൻസ്റ്റയിൽ ഒരു ജ്വല്ലറി പേജ് ഞാൻ കാണുന്നത്. ഈ അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണിൽ തൊടുന്നത്. ഇനിയിപ്പോൾ അതൊന്നും ആരും കുത്തിപ്പൊയ്ക്കൊന്നും ചോദിക്കൊന്നും വേണ്ട. സോ നമ്മൾ വേഗം നമ്മുടെ നില അലങ്കാരയിൽ എന്താ വള്ളി നോക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു കാർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ടോ? ഫോക്കസ് ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നില അലങ്കാരേൻ്റെ താങ്ക് യു കാർഡാട്ടോ അവർ. നമുക്ക് അവരുടെ എന്താ പറയുക പ്രൊഫൈൽ കിട്ടാൻ വേണ്ടി ഇവിടെ QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അക്കൗണ്ട് കാണാൻ പറ്റും. അക്കൗണ്ടിലേക്ക് പോയിട്ട് അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ ചെക്കൗട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കാണിച്ചുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇയറിങ് ആട്ടത്. ഇത് നമ്മൾ ഓക്കെ, നൈസല്ലേ, ക്യൂട്ട്. യെസ്. അപ്പോൾ ഈ ചെയിൻ എന്ന് പറയുമ്പം ഇത് എനിക്കും നല്ല രസമുണ്ടാവും, താരൂനും നല്ല രസമുണ്ടാവും. ഇതാട്ടോ ചെയിൻ വരുന്നത്. നല്ല മറ്റേ നമ്മുടെ റിബൺ ഡിസൈനിൽ വരുന്ന സ്റ്റഡ് ഇയറിങ്. ക്യൂട്ടല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഉപയോഗിക്കാം, താഴെക്കുട്ടിക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ചെയിനാണ്. നമുക്കിങ്ങനെ ഓഫീസിൽ ഡെയിലി വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന സംഭവം. ഇതുപോലത്തെ നല്ല യുണീക്ക് ആൻഡ് ക്യൂട്ട് നെക്ക് പീസസ് ആയിക്കോട്ടെ, ആങ്ക്ലെറ്റ്സ്, ബാങ്കിൾസ് ഒക്കെ അവരുടെ പേജിലുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല സിമ്പിൾ ആൻഡ് എലഗൻ ചെയിൻസ് അല്ലെങ്കിൽ എലഗൻ ജ്വല്ലറീസ് ആണ് വേണമെന്നെങ്കിൽ നിങ്ങൾ അവരുടെ പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ എന്തായാലും എൻ്റെ താഴത്തെ ക്യാപ്ഷനിൽ അവരുടെ ID മെൻഷൻ ചെയ്തിടാം. എല്ലാവരും ഇവരുടെ ഈ പേജ് ടു ചെക്കൗട്ട്. പണ്ടൊക്കെ ഇങ്ങനത്തെ ഈ ജ്വല്ലറി പീസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പണ്ട് മേടിക്കുന്ന എല്ലാം എന്താ പറയുക, ഫസ്റ്റ് യൂസ് കഴിഞ്ഞാൽ സെക്കൻഡ് പിന്നെ ഏതെങ്കിലും ഫംഗ്ഷനായിരിക്കും നമ്മൾ ഇടാൻ വേണ്ടി എടുക്കുന്നത്. ആ സമയമാകുമ്പോഴേക്കും സംഭവം ഫുള്ള് കളറെല്ലാം ഫെയ്ഡായി ഉപയോഗിക്കാൻ പറ്റാത്ത ഭംഗിയെല്ലാം പോയിട്ടുണ്ടാവും. ഇപ്പോഴാണെങ്കിൽ സംഭവത്തിൻ്റെ എന്താ പറയുക ടിപ്പ് മനസ്സിലായത്. ഇത് വെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്വെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത്. അത് നമ്മൾ അങ്ങനെ എവിടെയെങ്കിലും ജസ്റ്റ് അങ്ങ് അരമാരിൽ എവിടെയെങ്കിലും എടുത്ത് വെക്കുകയല്ലേ ഉള്ളൂ. പക്ഷേ അതിന് പകരം നമ്മൾ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് അല്ലെങ്കിൽ സീലിംഗ് കവറിൽ ഇട്ട് എന്താ പറയുക അലമാരയിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പിന്നെയും അത് ഇങ്ങനെ കളർ ഫെയ്ഡ് ആവാതെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഈ അടുത്തല്ല, കോളേജിലൊക്കെ എത്തിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ചെയ്താൽ മതി എന്ന്. എൻ്റെ ഒരുപാട് ഇതുപോലത്തെ ക്യൂട്ട് എന്താ പറയുക, നമ്മുടെ ആ പ്രായത്തിൽ നമ്മൾ ഈ 18, 19, 17, 16, 15 പ്രായങ്ങളിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന കുറേ ഓർണമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ഇങ്ങനത്തെ കുറേ ഐറ്റംസ്. അതൊക്കെ ഇതുപോലത്തെ സീൽ ചെയ്ത കവറിലിട്ട് വെച്ചാൽ നമുക്ക് എന്താ പറയുക പിന്നെയും ഉപയോഗിക്കാം. ഇതാർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ടിപ്പായിട്ട് എടുത്ത് വെച്ചോളൂ നിങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക്
ഇവിടെ മൈൻഡപ്പ് ചെയ്യാം. ക്ഷീണായി, സംസാരിച്ച് ക്ഷീണായി. ബൈ.